ഹലോ ഗൈസ്, ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാനും മോനും. എന്താ വെച്ചാൽ ഇന്ന് സൺഡേയും കൂടിയാണ്. അപ്പോൾ അവർക്ക് ലീവ് ലോസ് അല്ലേ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്ന് വീട്ടിലേറെ പോയിട്ട് വരാം. അമ്മയുടെ പിറന്നാളാണ്. പിന്നെ മക്കൾ കുറേ ആയി അങ്ങോട്ട് പോയിട്ട്. അവിടെ വൈറ്റ് വാഷും പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്മയുടെ പിറന്നാളും കൂടെ ആയതുകൊണ്ട് ഒന്ന് വീട് വരെ പോയിട്ട് വരാൻ അയച്ചു. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഒരു കേക്കൊക്കെ വാങ്ങി അങ്ങനെ പോവാണ് കേട്ടോ. കേക്ക് നമുക്ക് അറിയില്ല വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, ഇതിൻ്റെ കേക്കൊക്കെ വാങ്ങിയത്. അച്ഛൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു നമ്മൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നായിരുന്നു. അപ്പോൾ അമ്മയുടെ പിറന്നാളല്ലേ, അതുകൊണ്ട് കേക്കൊക്കെ വാങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ വീടെത്തി. അപ്പം അമ്മ വാതിക്കലുണ്ടായിരുന്നു. എന്നിട്ട് മക്കൾ ഞാനൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമായിരുന്നു. അങ്ങനെ അപ്പോൾ വീട് മക്കൾ എല്ലാം ഇങ്ങനെ ചുറ്റി കാണുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ആദ്യം ഒരു ലൈറ്റ് മഞ്ഞ കളറായിരുന്നു പെയിൻറ്റ് പുറത്തൊക്കെ. അപ്പം ഫുള്ള് വൈറ്റ് ആക്കി. ഇപ്പം അത് നോക്കിയാൽ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ആയിരുന്നു. അപ്പം അതൊക്കെ സ്ഥാനമൊക്കെ മാറി. ഇത് അച്ഛൻ്റെ അമ്മേൻ്റെ പഴയ ഫോട്ടോ ആണ്. ഇത് വിനീഷേട്ടനും മോളും മലക്ക് പോയപ്പോഴുള്ള ഫോട്ടോ ആയിരുന്നു. പിന്നെ ഇതൊക്കെ കുഞ്ഞിലെ ഇത് ഇച്ചുവാണ് കേട്ടോ, ചെറുത് ക്യാപ്പ് വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഉച്ചയായപ്പം ഫുഡ് കഴിച്ചു. പിന്നെ നെയ്ച്ചോറും ഞണ്ട് കറിയായിരുന്നു കേട്ടോ. ഞണ്ട് കറി, ക്യാബേജ്, പപ്പടം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, തൈര്. അങ്ങനെ അപ്പം അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ആണ് പിന്നെ ഞങ്ങൾ കേക്ക് മുറിച്ചിരുന്നത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തു അമ്മ. കുറേ ആയി അമ്മയുടെ പിറന്നാളിന് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല. കുറേ ആയി അമ്മയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് കൊണ്ടുപോയിട്ട്. അച്ഛൻ്റെ ബർത്ത്ഡേ അച്ഛൻ ഇവിടെ വരുത്തുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വാങ്ങലാണ്, അല്ലാണ്ട് അച്ഛൻ കട്ടൊന്നും ചെയ്യത്തില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് അമ്മ റെഡി ആയിക്കുന്നത് വെച്ചാൽ തറവാട്ടിൽ പോകണം. അമ്മയുടെ വീട് തോട്ടടയാണ്. അപ്പം അങ്ങോട്ടൊന്ന് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളുടെ തറവാട് വീട്ടിലെത്തി. ഇതാണ് കേട്ടോ വീട്. ഇവിടെ എൻ്റെ വിൻചിറ്റിയും അക്ഷയ ഉണ്ടായിരുന്നു. പിന്നെ അക്ഷയുടെ അച്ഛൻ, അതായത് എൻ്റെ അപ്പൻ, അങ്ങനെ അവരും പിന്നെ മോനും അവരുണ്ടായി. അപ്പോൾ വീഡിയോ എടുക്കുന്ന പാട് ചിറ്റി അകത്ത് ഓടിപ്പോയി. ഇവളാണെങ്കിൽ അതിൻ്റെ അപ്പുറം എന്നിട്ട് പറയുകയാണ് ഈ കുളത്തിലെടുക്കല്ലേ. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമായിരുന്നു. ലിപ്സ്റ്റിക് എന്തായാലും അവൾക്ക് മെയിനാണ്. പിന്നെ എന്നെ നിർബന്ധിച്ച് കഴിക്കുകയാണ്. പക്ഷെ കഴിക്കുന്നത് ആരാണെന്ന് കണ്ടോളൂ. എന്നെ വല്ലാണ്ട് നിർബന്ധിച്ചായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവക്ക് പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കണോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. കാരണം അവിടെ നിന്ന് കുറച്ച് സാധനം കൂടി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി അന്ന് തന്നെ പോകായിരുന്നു. അതിന് കുറേ പറഞ്ഞു എന്തെന്നെ പോകുന്നതെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഞാൻ നിന്നില്ല. എനിക്ക് മോൻ്റെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് സ്കൂളിൽ നിന്ന് തന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.